വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ വിശ്വേട്ടന് ബലിയും പൂജയും ഒക്കെ കൊടുത്ത കാട്ടിലെ അമ്പലത്തിൽ വെച്ച് പവിത്രനും ശ്രേയയും വീണ്ടും കണ്ടുമുട്ടി. പണ്ടു മുതലേ പവിത്രന്റെ അച്ഛൻ കാര്യസ്ഥനായി നിന്ന പൊന്നമത്ത് തറവാട്ടിലെ കുടിയടപ്പുകാരനായിരുന്നു. ശ്രേയയും അവളുടെ സഹോദരൻ കൃഷ്ണനും. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ കുഞ്ഞായിരുന്ന പവിത്രനെയും ഒപ്പം കൂട്ടി. ഇവിടെ നിർത്തിയ പവിത്രനെ പഠിപ്പിച്ചത്. വലുതായ ശേഷം ഇടയ്ക്കൊക്കെ പവിത്രൻ നാട്ടിൽ പോയി ശ്രേയയെ കാണുമായിരുന്നു എന്ന കാര്യം പിന്നെയാണ് വിശ്വേട്ടൻ അറിയുന്നത്. പവിത്രന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തത് വിശ്വേട്ടനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ കഥകൾ വിശ്വസിച്ച. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നറിയാമായിരുന്നെങ്കിലും അനാഥനായ പവിത്രനെ കൊണ്ടുവന്ന് വിശ്വേട്ടൻ കൂടെ നിർത്തി കമ്പനിയിൽ ജോലി കൊടുത്ത് ബിസിനസ്സൊക്കെ പഠിപ്പിച്ചു. ശ്രേയയിൽ നിന്ന് അകറ്റി നല്ലൊരു വീട്ടിൽ നിന്ന് പവിത്രനെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു എനിക്കും വിശ്വേട്ടനും. ഗിരിജയുമായിട്ടുള്ള ആലോചന മുറുകിയപ്പോ ശ്രേയയുമായിട്ടുള്ള പ്രണയം പവിത്രൻ പറഞ്ഞു. ഞങ്ങൾ ആരും സമ്മതിച്ചില്ല. അപ്പോ പവിയങ്കൾ യഥാർത്ഥത്തിൽ അമ്മയുടെ അനിയനല്ലേ? ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ അമ്മയും പറയുന്നത്. ഞങ്ങൾ പവിത്രന്റെ ഭാവിക്കു വേണ്ടി ഗിരിജയുമായുള്ള വിവാഹം ഉറപ്പിച്ചു. പക്ഷേ അപ്പോഴേക്കും പവിത്രനിൽ നിന്നും ശ്രേയ ഗർഭിണിയായി കഴിഞ്ഞിരുന്നു. ഗിരിജയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പവിത്രനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും ഗിരിജയെ കല്യാണം കഴിച്ചാൽ കുറെ സ്വത്തുക്കൾ പവിത്രന്റെ പേരിൽ എഴുതി കൊടുക്കാമെന്നും വിശ്വേട്ടൻ പറഞ്ഞു. പവിത്രനപ്പോ രണ്ടു മനസ്സായി. ശ്രേയയെ വിവാഹം കഴിച്ച് ദാരിദ്ര്യത്തിലേക്ക് പോണോ അതോ ഗിരിജയെ വിവാഹം കഴിച്ച് സ്വത്തുക്കളൊക്കെ സ്വന്തമാക്കി പണ്ടേ സ്വപ്നം കണ്ടിരുന്ന കോടീശ്വരനാവണോന്ന്.